ഏതൊരു അനുഗ്രഹത്തിന്റെ പരിശുദ്ധ നബിയെക്കുറിച്ച് പറയാനാണോ ഈ സമ്മേളിച്ചത്, ആ നബിയെ അല്ലാഹു അങ്ങേയറ്റം ബഹുമാനിച്ചിട്ട് വിളിച്ചു റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ അനുഗ്രഹം. ആ നബിയെ പിന്നെ വിളിച്ചു ഹബീബ്, ആ നബിയെ വിളിച്ചു യാ അയ്യുഹൻ നബി, മൂസയെ വിളിച്ചു യാ മൂസ, നൂഹിനെ വിളിച്ചു യാ നൂഹ്, ഇബ്രാഹീമിനെ വിളിച്ചു യാ ഇബ്രാഹീം. എന്നിട്ട് ഈ നബിയെ വിളിക്കേണ്ട സമയം വന്നപ്പോ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന ആയത്ത് കാണാൻ സാധിക്കില്ല. പ്രത്യേക ബന്ധമുള്ള നബിയാണിത്, ഇത് ഇഷ്ടപ്രവാചകനാണ്. റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബി എന്നാണ്. മൂസയെ വിളിക്കുമ്പോ മൂസ എന്ന് വിളിക്കാം, ഈസയെ ഈസ എന്ന് വിളിക്കാം, മറിയമിന്റെ മകനായ ഈസ എന്നാണ് അല്ലാഹു ഈസയെ വിളിച്ചത്. ഇവിടെ യാ അയ്യുഹൻ നബി, ഏ നബിയെ എന്നൊക്കെ വിളിച്ച് ബഹുമാനിച്ച അല്ലാഹു തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇന്നക മയ്യിത്തുൻ, മുഹമ്മദേ തീർച്ചയായും നീ മയ്യിത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞുകൊണ്ടല്ലാതെ എങ്ങനെ ഈ മദ്ഹ് അവസാനിപ്പിക്കും? അല്ലാഹുവേ നീ തന്നെ ശക്തിമാൻ, നീ തന്നെ പ്രകാശം, നീ തന്നെ മരണമില്ലാത്തവൻ, നീ തന്നെ മരിപ്പിക്കുന്നവൻ. ഇന്നക മയ്യിത്തുൻ വ അൻതും മയ്യിത്തൂൻ, അവരൊക്കെ മയ്യിത്താണ്, തീർച്ചയായും മുഹമ്മദേ നീയും മയ്യിത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലമല്ലയോ കൊടുത്തു